പോകുന്നത് മുതലപ്പുഴയിലെ കടലിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിലിനെയും വിഴിഞ്ഞത്ത് കാണാതായ ജോണിനെയും കണ്ടെത്താനുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്കാണ്. തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളെയും മുങ്ങൽ വിദഗ്ധരെയും ഒക്കെ ഉൾപ്പെടുത്തിയാണ് തിരച്ചിൽ നടപടികളിൽ മെല്ലെപ്പോക്കെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഷിജിലിന്റെ ഭാര്യയും ബന്ധുക്കളും നടത്തിയ പ്രതിഷേധം ഏവരെയും വേദനിപ്പിക്കുകയുമായിരുന്നു. നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ ഗൗതമനായും ഈ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോണും കൊല്ലത്ത് നിന്ന് ഷമീറും നമുക്കൊപ്പം തത്സമയം ചേരും. ആദ്യം തിരുവനന്തപുരത്തെ അപ്ഡേറ്റ് എടുത്തിട്ട് നമുക്ക് കൊല്ലത്തേക്ക് പോകാം. ഹാൻസേ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ മുതലപ്പുഴയിലൊക്കെ വലിയ പ്രതിഷേധം കണ്ടതാണ്. മന്ത്രിതല ചർച്ചയൊക്കെ നടന്നു. പക്ഷേ ആ ചർച്ചയിലും മന്ത്രി പറഞ്ഞ കാര്യങ്ങളിലുമൊന്നും മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പം ഈ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളെ അടക്കം ഇറക്കിയുള്ള തിരച്ചിൽ നടക്കുമെന്ന് കരുതപ്പെടുന്ന ദിവസമാണ്. എന്താ നിലവിലെ സാഹചര്യം? സേതു, ഗുഡ് മോർണിംഗ്. മുതലപ്പുഴയിൽ നിലവിൽ ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ 5:45 തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് മന്ത്രി ഇന്നലെ CP ജോൺ ഇവിടെ എത്തിയതിനു ശേഷം നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ പുലർച്ചെ 5 മണിയോടുകൂടി തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 5 മണിയോടുകൂടി തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ടീം പുറംകടലിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് വിവരം. പക്ഷേ ഈ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള തെരച്ചിൽ അത് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അഞ്ചുതെങ്ങ് ഭാഗത്തു നിന്നുള്ള ഈ കാണാതായ ഷിജിന്റെ ബന്ധുക്കളടക്കമുള്ളവർ ഉൾപ്പെടുന്ന സംഘമാണ്. അവർ എത്തിയ ഉടൻ തന്നെ അവരെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പൂർണ്ണമായ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ കോസ്റ്റൽ പോലീസും ഈ മറൈൻ എൻഫോഴ്സ്മെന്റ് ടീമും എല്ലാം ഇവിടെ മുതലപ്പുഴയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന ഷിജിനെ കാണാതായിട്ട് ഇന്നേക്ക് 9 ദിവസമാണ്. ഇതുവരെയും ഷിജിൻ എവിടെയുണ്ട് എന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറൈൻ ടീമിന്. അതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി ഷിജിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവർ ഈ തെരച്ചിൽ ആരംഭിക്കുന്നത്. അതേസമയം വിഴിഞ്ഞത്ത് കാണാതായ ജോണിന് വേണ്ടിയുള്ള തിരച്ചിലും രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തദ്ദേശീയരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളെ കൂടെ കൂട്ടിച്ചേർക്കുന്നത് മൂലം ഇവരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് ബന്ധപ്പെട്ട അധികൃതർ പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ മുതലപ്പുഴയിൽ ഉണ്ടായതാണ്. ഈ ഷിജിന്റെ കുടുംബമടക്കം രംഗത്തെത്തിക്കൊണ്ട് കൃത്യമായ രീതിയിലുള്ള തെരച്ചിൽ നടക്കണം അത് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇന്ന് പുലർച്ചെ തന്നെ ഇത്തരത്തിൽ ഈ തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ്. കാരണം തെരച്ചിൽ പൂർവാധികം ശക്തിയോടെ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷിജിനെയും ജോണിനെയും ഇന്നെങ്കിലും കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാരും ബന്ധുക്കളടക്കമുള്ളവർ ഉള്ളത്. സേതു. ഓക്കെ, ശരി ഹാൻസ്. കൊല്ലത്തെ അപ്ഡേറ്റ് കൂടി നമുക്ക് എടുത്തു പോകണം. ഷമീർ കൂടി ഉണ്ട് നമുക്കിപ്പം തത്സമയം. ഷമീർ, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ 8-9 ദിവസമായിട്ട് ഗൗതത്തിനായുള്ള തിരച്ചിലിലാണ്. ആ അമ്മയുടെ സങ്കടം ഇനിയും കണ്ടു നിൽക്കാൻ കഴിയുന്നതുമല്ല. അപ്പോൾ ഇന്നലെ മുതൽ തന്നെ വ്യാപകമായ തിരച്ചിലൊക്കെ ആരംഭിച്ചിരുന്നു. ഇന്നത്തെ ദിവസം എങ്ങനെയാണ് തിരച്ചിൽ മുന്നോട്ട് പോകുന്നത്? സേതു, ഗുഡ് മോർണിംഗ്. ഇതിനോടകം ഗൗതമനായുള്ള തിരച്ചിൽ രാവിലെ പുനരാരംഭിച്ചിട്ടുണ്ട്. 24 അംഗ സംഘം തന്നെയാണ് ഇന്നും തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ തിരച്ചിൽ നടത്തിയത് ഈ അപകടം നടന്ന സ്ഥലത്താണെങ്കിൽ ഇന്ന് കുറച്ച് മാറിയുള്ള ഭാഗങ്ങൾ, ഉൾക്കടലിലെ ഭാഗങ്ങളിലേക്കും ഒപ്പം തന്നെ കായൽ ഭാഗങ്ങളിലേക്കും 2 സംഘങ്ങളായി തിരച്ചിൽ നടത്തും. ഈ തിരച്ചിൽ നമുക്കറിയാം 9ാമത്തെ ദിവസമാണ് ഈ അപകടം നടന്നിട്ട്. ഇന്ന് 9ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസവും കടൽ പ്രക്ഷുബ്ധമായിരുന്നു. പക്ഷേ വിദഗ്ധരായ മുങ്ങൽ അറിയാവുന്ന ആളുകൾ ഉൾപ്പെടെ കടലിൽ മുങ്ങി ഉൾപ്പെടെയുള്ള പരിശോധന നടത്തി. ഒപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി. പക്ഷേ ഈ പരിശോധനകളെല്ലാം തന്നെ വളരെ സജീവമാകുന്നത് കഴിഞ്ഞ ദിവസമാണ്. അതായത് രേഷ്മയുടെ അമ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുമ്പിലെത്തി സമരം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് നമ്മുടെ സംവിധാനങ്ങളെല്ലാം തന്നെ ശക്തമായൊരു തിരച്ചിലിലേക്ക് എത്തുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററുകൾ തെരച്ചിൽ നടത്തി. എന്തായാലും കോസ്റ്റ് ഗാർഡ് ഇന്നും തെരച്ചിലിനായി ഹെലികോപ്റ്ററുകൾ എത്തും എന്നാണ് അറിയുന്നത്. 8 മണിയോടുകൂടി തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററുകളും കടലിൽ വീണ്ടും നിരീക്ഷണം നടത്തി. ഇതുമായി ബന്ധപ്പെട്ട ഇന്നലെ NK പ്രേമചന്ദ്രൻ പാർലമെൻറ്റിലടക്കം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്നും കോസ്റ്റ് ഗാർഡിൻ്റെ പരിശോധനയുണ്ട്. കായലുകൾ കേന്ദ്രീകരിച്ചും ഒപ്പം പുലിമുട്ടുകൾ കേന്ദ്രീകരിച്ചും കടലിടുക്കുകൾ കേന്ദ്രീകരിച്ചുമുള്ള പരിശോധനയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ ശരീരം കടലിടുക്കുകളിലോ പുലിമുട്ടുകളിലോ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും കണ്ടെത്താനുള്ള ഡ്രോൺ പരിശോധനയും ഇന്ന് ആരംഭിക്കും. സേതു. ഷമീർ, തുടരൂ. ഷമീർ, ഒരു വാർത്തയുടെ കൂടെ വിശദാംശം എനിക്ക് വേണം. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അതിൽ
ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിലിലെ വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധിച്ച അമ്മയോട് മോശമായി സംസാരിച്ച നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് സ്ഥലം മാറ്റം. കൊല്ലത്തെ ഫിഷറീസ് ഓഫീസിലേക്കാണ് സ്ഥലം മാറ്റിയത്. ഷമീർ, ഇതിന്റെ കൂടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പെരുമാറ്റം. അതായത് ഒരു വീട്ടിൽ നിന്നും 2 പേർ മരണപ്പെട്ടു, മൂന്നാമതൊരാളുടെ മൃതദേഹത്തിന് അല്ലെങ്കിൽ ശരീരത്തിനായി കാത്തിരിക്കുന്ന ഒരമ്മയോട് എന്തുകൊണ്ട് നിങ്ങൾ മുമ്പേ ഡിമാൻഡ് വെച്ചില്ല എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ നടപടി ഉണ്ടാകുന്നത്. അവരെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് നീണ്ടകര ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറെ ആ സ്ഥലത്ത് നിന്നും നീണ്ടകരയിൽ നിന്ന് മാറ്റി അവിടെ കൂടുതൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമുള്ള മത്സ്യത്തൊഴിലാളികൾ എത്തുന്ന ഒരു ഓഫീസാണ്. അവിടെ നിന്നും അവരെ സ്ഥലം മാറ്റി കൊല്ലത്തെ ഫിഷറീസ് ഓഫീസിലേക്ക് അവരെ സ്ഥലം മാറ്റിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഇറങ്ങിയിട്ടുമുണ്ട്. എന്തായാലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ഈ സമരങ്ങൾ വലിയ രീതിയിൽ വ്യാപിപ്പിക്കാൻ ഇടയാക്കുകയും ചെയ്ത സംഭവത്തിന് കാരണക്കാരിയായ ഉദ്യോഗസ്ഥർക്കെതിരെയാണ്. അതായത് ഒരു മാതാവിനോട് സംസാരിക്കേണ്ട തരത്തിൽ അവർ സംസാരിച്ചില്ല തുടങ്ങിയ കാരണങ്ങൾ കണ്ടുകൊണ്ടാണ് വകുപ്പ് തല നടപടിയിലേക്ക് മാറുന്നത്. അവരെ ഇപ്പോൾ കൊല്ലത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. പകരം ഉദ്യോഗസ്ഥയെ അവിടേക്ക് ഇട്ടിട്ടുണ്ട്. അവിടെ ആരെയാണ് പോസ്റ്റ് ചെയ്യുന്നുള്ള വിവരങ്ങൾ വന്നിട്ടില്ല. എന്തായാലും കടുത്ത നടപടികളിലേക്ക് ഫിഷറീസ് വകുപ്പ് പോകുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സേതു. ശരി ഷമീർ, ശരി. അപ്പോൾ ഷമീറാണ് വിവരങ്ങൾ നൽകി.